ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. റോഡുകളും വാഹനങ്ങളും ഒന്നുമില്ലാത്ത ഒരു മനോഹരമായ നാടിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ ഈ ഭൂമിയിൽ അങ്ങനെയൊരു നാടുണ്ട്. ഡച്ച് പ്രവിശ്യയായ നെതർലാൻഡിലെ ഓവർജീസലിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമമായ ഗീതോറനാണത്. നഗരത്തിൻ്റെതായ ബഹളങ്ങളിൽ നിന്നകന്ന് പച്ചപ്പ് പുതച്ച് നിൽക്കുന്ന ഗീതോറൻ എന്ന നാടിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞാലോ? എന്നാൽ പോകാം വീഡിയോയിലേക്ക്. എപ്പോഴും കിളികളുടെ സംഗീതം കേൾക്കുന്ന, മരങ്ങളുടെ പച്ചപ്പ് സ്വാഗതമോതുന്ന അവിടെ ശബ്ദ മലിനീകരണവും വായു മലിനീകരണവും വളരെ കുറവാണ്. മിക്ക വീടുകളുടെ മുന്നിലും റോഡുകൾക്ക് പകരം കനാലുകളാണുള്ളത്. അതിലൂടെയാണ് ബോട്ടുകൾ പോകുന്നത്. ഇതുകൂടാതെ കനാലുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ 180ഓളം പാലങ്ങളും ഉണ്ട്. ഗീതോറൻ ഗ്രാമത്തിൽ ജനവാസം തീരെയില്ലെന്ന് കരുതിയാലും തെറ്റി. ആൾക്കാരുമുണ്ട്, അവർ മനോഹരമായ വീടുകളും പണിതിട്ടുണ്ട്. എന്നാൽ ഒറ്റ വ്യത്യാസം മാത്രമാണുള്ളത്. വീടിന് പുറത്ത് റോഡുകൾക്ക് പകരം ഇവിടെ കനാലുകളാണ്. കാറുകൾക്ക് പകരം ബോട്ടുകളാണുള്ളത്. ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരിടത്തേക്ക് പോകണമെങ്കിൽ ബോട്ടിൽ തന്നെ പോകേണ്ടി വരും. അതാണ് പ്രത്യേകത. ഇന്ന് പ്രശസ്തമായ ഒരു വിനോദസഞ്ചാര മേഖല കൂടിയാണിവിടം. ഹണിമൂൺ ആഘോഷിക്കാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദമ്പതിമാർ എത്താറുണ്ടിവിടെ. കനാലുകൾക്ക് ഇരുകരയിലുമായി വീടുകൾ സ്ഥിതി ചെയ്യുന്നു. സുന്ദരമായ തടാകങ്ങൾ, പൂക്കൾ, വരിവരിയായി നിൽക്കുന്ന മനോഹര വൃക്ഷങ്ങൾ, പാലങ്ങൾ എല്ലാം ഗീതോറനിന്റെ മാത്രമായ സവിശേഷതകളാണ്. നെതർലാൻഡിലെ ആംസ്റ്റർഡാമിൽ നിന്ന് 120 കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ സ്വപ്നഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഗ്രാമം സന്ദർശിക്കാൻ എത്തുന്നവർ ഗ്രാമത്തിന് പുറത്ത് വാഹനം പാർക്ക് ചെയ്ത് ബോട്ടിൽ വേണം ഇവിടേക്ക് വരാൻ. ഗ്രാമം ചുറ്റിക്കറങ്ങാൻ ചെറു ബോട്ടുകളെ ആശ്രയിക്കാം. നമ്മുടെ നാട്ടിലെ ചെറിയ വഞ്ചികൾ പോലെ ചെറു ബോട്ടുകൾ ഇവിടെ ലഭിക്കും. പാലത്തിനടിയിലൂടെ ഇത്തരം ബോട്ടുകളിൽ പതുക്കെ നീങ്ങുന്നത് ഒരു പ്രത്യേക അനുഭവമായിരിക്കും. വിശാലമായ പ്രകൃതി സംരക്ഷണ കേന്ദ്രമായ വേദിറിബൻ മീഡൽ ദേശീയ ഉദ്യാനത്തിനിടയിലാണ് ഗീതോറൻ സ്ഥിതി ചെയ്യുന്നത്. 13-ാം നൂറ്റാണ്ടിൽ ഈ പ്രദേശത്ത് ആദ്യമായി താമസമാക്കിയ ഫ്രാൻസിസ്കൻ സന്യാസിമാർ ചതുപ്പുകളിൽ മാത്രം കണ്ടുവരുന്ന ഒരിനം കൽക്കരിയോടെ കണ്ടെത്തുകയും അത് പുറത്തെടുക്കാൻ ആഴത്തിൽ കുഴിയെടുക്കുകയും ചെയ്തു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കുഴികൾ കനാലുകളായി മാറി. 1958-ൽ ഡച്ച് സംവിധായകൻ ബെർട്ട് ഹാൻസ്ട്രാ സംവിധാനം ചെയ്ത ഫാൻ ഫെയർ എന്ന ചിത്രത്തിലൂടെയാണ് ഈ ഗ്രാമം ലോകശ്രദ്ധ പിടിച്ചുപറ്റി തുടങ്ങിയത്. പിന്നീട് ലോകത്തെ വിവിധ ഭാഗങ്ങളിലുള്ളവർ ഒഴുകിയെത്തി തുടങ്ങി. ലിറ്റിൽ വെന്നീസ് എന്നും ഗീതോറൻ അറിയപ്പെടുന്നുണ്ട്. മുമ്പ് ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്കായി നടപ്പാതകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് കനാലിലെ ബോട്ടിംഗ് സൗകര്യം ടൂറിസ്റ്റുകൾക്കായി ഒരുക്കി. ഗീതോറനിലെ പല നിവാസികളും സ്വകാര്യ ദ്വീപുകളിലാണ് താമസിക്കുന്നത്. ഇവിടെ 3000-നടുത്ത് ആൾക്കാർ ജീവിക്കുന്നുണ്ട്. പഴയ കാലഘട്ടത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ് ഈ ഗ്രാമം. ഈ സ്ഥലം വിനോദസഞ്ചാരികൾക്കിടയിൽ വളരെ പ്രസിദ്ധമാണ്. സൈക്ലിംഗ്, കാൽനടയാത്ര, ഗൈഡഡ് കനാൽ ടൂറുകൾ എന്നിവയാണ് ഈ നാടിൻ്റെ അതിമനോഹരമായ അത്ഭുതങ്ങൾ കണ്ടെത്താനുള്ള മാർഗങ്ങൾ. സീസൺ സമയത്ത് വൻ തിരക്കായിരിക്കും അനുഭവപ്പെടുക. ഈ സമയത്ത് അതിരാവിലെ തന്നെ ബോട്ടുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടി വരും. ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് സൈക്ലിങ്ങും പരീക്ഷിക്കാവുന്നതാണ്. സൈക്ലിങ്ങിനായി സജ്ജീകരിച്ച ട്രാക്കിലൂടെ സൈക്കിളിൽ കറങ്ങി ഗ്രാമത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാം.
ബോട്ട് യാത്രയെ അപേക്ഷിച്ച് ചിലവ് കുറവും സൈക്കിൾ യാത്രയ്ക്കാണ്. നടന്നു കാണാനാണ് താല്പര്യമെങ്കിൽ നടപ്പാതകളും നിർമ്മിച്ചിട്ടുണ്ട്. ഗീതോറൺ ഒരു പ്രശസ്ത മഞ്ഞുകാല ഡെസ്റ്റിനേഷൻ കൂടിയായി മാറിയിട്ടുണ്ട്. മറ്റ് സീസണുകളിൽ ലഭ്യമല്ലാത്ത വിനോദ പരിപാടികൾ ഈ കാലയളവിൽ ലഭിക്കും. ഐസ് സ്കേറ്റിംഗ് ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് ഗീതോറൺ സന്ദർശിക്കാം. തണുപ്പിൽ ഉറഞ്ഞ ഐസായി മാറുന്ന കനാലിൽ സ്കേറ്റിങ്ങിനുള്ള അവസരം ലഭിക്കും. ഈ സുന്ദരമായ ഗ്രാമത്തിന്റെ ലളിതമായ ജീവിതം ആസ്വദിക്കാൻ പ്രതിവർഷം 2 ലക്ഷം ചൈനീസ് വിനോദസഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നെതർലാൻഡിലെ ഗീതോറൺ എന്ന മനോഹരമായ ഗ്രാമത്തിന്റെ അറിവ് ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള പുതിയ അറിവുമായി വീണ്ടും കാണാം. ബൈ ഫ്രം രമ്യ ശ്രീകുമാർ.